ഹായ് ഗൈസ്, കുറെ കാലമായാലും ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഔട്ട് വിത്ത് ഫാമിലി, അതായത് ഞാൻ, അച്ഛനമ്മ. ചുമ്മാ വിഷുവല്ല, അപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് ശരിയില്ലല്ലോ, എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പോകാൻ വിചാരിച്ചു. ഒരു വിഷു സ്പെഷ്യൽ വ്ളോഗാണ്, വേറെ ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ വീട്ടിലിരിക്കുന്നേക്കാൾ നല്ല എവിടെയെങ്കിലും പോകാൻ വിചാരിച്ചു. ഞാൻ മറ്റുള്ള അച്ഛനുണ്ട്. എങ്ങോട്ട് പോകുന്നത്? നമ്മള് പഴയങ്ങാടി മാടായി പാറ നേട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തേക്കായിരിക്കണം. എന്തായാലും നമുക്ക് വഴി ഓരോന്നോരോന്ന് പറഞ്ഞ് പോകും. ഈ വ്ളോഗ് എത്രത്തോളം പോകും എന്ന് എനിക്കറിയത്തില്ല. സ്റ്റോറേജ് ഫുള്ളായി ചിലപ്പോൾ ഞാൻ നിർത്തും. ഞങ്ങള് നേരെ കണ്ണൂർക്ക് വിടുവാണ്. പറഞ്ഞല്ലോ മാടായി പഴയങ്ങാടി അങ്ങോട്ട് പോവാണ്. ഇപ്പൊ ഇങ്ങനെ ഹൈവേ കൂടെ പോയിക്കൊണ്ടേയിരിക്കുക. നല്ല കിട്ടിയില്ല പാട്ടും കേട്ടോണ്ട്. എന്താ വ്ളോഗ് എടുക്കണ്ടേന്ന് എനിക്കറിയത്തില്ല. കുറെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്, അപ്പൊ പിന്നെ അങ്ങനെ ഒരു വീഡിയോ ഇടാന്ന് വെച്ചു. എല്ലാരും വിഷുക്കൈന്നിടയ്ക്ക് കിട്ടിയ എല്ലാവർക്കും കുറെ കിട്ടിയിട്ടുണ്ടോ? എന്തായാലും പോന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. ഉറക്കം വരുന്നുണ്ട്, നോക്കാം. ഓക്കെ വാങ്ങി, ഓക്കെ. വിശക്കുന്നുണ്ട്, സോ ഓക്കെയും 7-Up-ഉം 7ന്റെ വെള്ളം വാങ്ങി. 7 തുറന്ന് എന്റെ വാച്ച് അടിച്ചു പോയി. ഇപ്പോഴും 9:30 തന്നെ നിക്കുക. കൊറേ കാലായി ഓക്കെ തിന്നു. കൊറേ ലേസ് ഓക്കെ ഒക്കെ തിന്നിട്ട് സ്ഥിരം തിന്നാനുള്ള കുഴപ്പം, വല്ലപ്പോഴും തിന്നൊരു കുഴപ്പമില്ല. മിക്കവാറും ഉറങ്ങിപ്പോ. ഞങ്ങളെ വണ്ടിക്ക് ഒരു പണി തന്നു കാക്ക. കാക്കയാണോ പ്രാവാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തോ ഒരു സാധനം നല്ല പോലെ പണി വെച്ചിട്ടുണ്ട്. അറിയത്തില്ല, നമുക്ക് എന്തായാലും കഴുക കഴിച്ചിട്ട് നമ്മള് അമ്മ കഴിച്ചില്ല, അച്ഛൻ കഴിച്ചില്ല. ഇനി മാടായി പാറ പോട്ടെ, എന്നിട്ട് നോക്കട്ടെ. വെയിലുണ്ടെങ്കിൽ അവിടെ നിന്നാലും നിൽക്കത്തില്ല. ഇല്ല 2 ഫോട്ടോസും കാര്യങ്ങളും എടുക്കണമെന്നുണ്ട്. എനിക്ക് അറിയത്തില്ല എന്താന്നുള്ളത്. രാവിലെ വരുമ്പോ ഉണ്ടായിരുന്നു, ഇതൊക്കെ പോയി. ഭയങ്കരമായിട്ട് ക്ഷീണം വരുന്നു. മാടായിപ്പാറ ക്യാൻസൽ. നല്ല മൊട്ട പൊരിയുന്ന വെയിലുണ്ട്. ഈ വെയിലത്ത് പോയിട്ടുണ്ടെങ്കിലുള്ള സൺസ്ക്രീൻ ഒന്നും ആൾക്കാരൊക്കെ പോകുന്നുണ്ട്, പക്ഷെ പോയി നോക്കാം. എന്തായാലും പുറത്തിറങ്ങാനുള്ള ചാൻസ് കുറവാണ്. കാണിച്ചത് നല്ല വെയില വെച്ചാൽ അമ്മാതിരി വെയില. കാറ് കയറി ഇരുന്നപ്പോ തന്നെ ഇടമെടാലം പോയി മൂഞ്ച അവസ്ഥയാണ്. അത് നോക്കിയാ എന്താ, ഇതും എല്ലാം പാറയുടെ ഇത് തന്നെയല്ലേ. നോക്ക എന്താ എനിക്ക് പറ്റത്തില്ല. എന്തായാലും പള്ളി സ്കൂളൊക്കെ കാണാൻ വെറും പാറ കുറ്റിയാണ്, പക്ഷെ ഭയങ്കര ചൂട്. ഒരു തണലിനൊരു സ്ഥലമില്ല. അപ്പുറത്തും ഇപ്പുറത്താണ് മാടായിപ്പാറ. ഞാൻ ഒരിക്കൽ സ്കൂളിൽ നിന്ന് മാടായിപ്പാറയിൽ വേസ്റ്റ് ഇടരുതെന്ന് എഴുതി. ഇനി അടുത്ത പറശ്ശിനിയിലോട്ട് പോകാൻ വെച്ചു. പിന്നെ ഫുഡ് കഴിക്കേണ്ടതായതുകൊണ്ട് പിന്നെ നേരെ പറശ്ശിനി പോകാൻ വെച്ചു. പറശ്ശിനിയിൽ വിഷു സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നേരെ പിന്നെ പറശ്ശിനി പോവാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ വോയിസ് ഓവർ കൊടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വോയിസ് കട്ടായിരുന്നു. സോ വോയിസ് ഓവർ കൊടുത്തേ പറ്റില്ല. പിന്നെ അങ്ങനെ പറശ്ശിനി എത്തി. നല്ല വെയിലും കാര്യം ഉണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ എവിടേക്കോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറി പ്രാർത്ഥിച്ച് പിന്നെ നേരെ എന്താക്കി ഫുഡ് കഴിക്കാൻ പോയി. ചായ കുടിക്കാൻ നിന്നില്ല, നല്ല തിരക്കായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ നിന്നപ്പോൾ നല്ല ചൂടും കാര്യം ഉണ്ടായിരുന്നു, തിരക്കും ഉണ്ടായിരുന്നു നല്ലപോലെ. പിന്നെ മേളിലോട്ട് എത്തിയപ്പോഴേക്കും അത്യാവശ്യം കുറച്ച് കാറ്റും കാര്യങ്ങളും അടിക്കാൻ തുടങ്ങി. പിന്നെ പറശ്ശിനിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് വെച്ചാൽ പറശ്ശിനിയിലെ ചോറും പിന്നെ ചായയൊക്കെ. പിന്നെ വിഷു സ്പെഷ്യലായിട്ട് പാൽപ്പായസം 2 ഗ്ലാസ് പാൽപ്പായസം കുടിച്ച് പുറത്തിറങ്ങിയപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിയത് കാറിൽ വെക്കുന്നത്. പറശ്ശിനി ചോറും തിന്ന് നേരെ എങ്ങോട്ടെങ്കിലും പോകും. അല്ല പിന്നെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങിയിട്ട് എണീക്കണം. ഉച്ചക്കത്തെ കോയ പൊട്ടിച്ചിട്ടില്ല, അത് പൊട്ടിക്കാനുണ്ട്. ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് കാറിൽ വെക്കാനുള്ള. കാറിൽ എങ്ങനെ വെക്കണം എന്നിങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. വെയിലുള്ളപ്പോൾ മാത്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നല്ല രസമുണ്ട് കാണാൻ. ഇടയ്ക്കൊന്ന് നിന്ന് പോയിരുന്നു. അപ്പം അച്ഛൻ ചോദിച്ചത് എന്താ വർക്ക് ആവാത്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെ വീട്ടിലോട്ട് വരാൻ വെച്ചാൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഒന്നും കിട്ടിയില്ല വോയിസ്, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ എന്താ വിഷു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും വിഷു എങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ബൈ.